ക്ഷമിക്കണം ഭാർഗവി, ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ലേ? ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലഭേട്ടനെ സ്വന്തമാക്കണമെന്ന് 100 വട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു? ചട്ടി പൊട്ടിയാലേ കോളാമ്പി ചട്ടി. ചട്ടി ചുട്ടതടാ നമ്പർ എന്തായി? അടിയിപ്പ കൊട്ടേതെ അത് ഞാൻ കണ്ടു. ചട്ടി പൊട്ടിയുണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിനൊന്നും വേണ്ട, നോക്കി നിന്ന് രസിച്ചാ മതി, അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. പോടത്തണ്ടി. എന്താ പറഞ്ഞ? പോടത്തണ്ടിന്ന്. അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ. എത്ര കാലം വെച്ച എന്റെ കുട്ടി കഷ്ടപ്പെടണേ. ഒക്കെ സമയദോഷ. കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു യോഗ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. എല്ലാം ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം കാണുമ്പോ ചങ്ക് നേറുക മോളെ. ദേവി, ഈ നാടിന്റെ രക്ഷകനൊന്ന് വന്നാ മതിയായിരുന്നു. ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായ എന്റെ മോളും രക്ഷപ്പെടുമല്ലോ. കുട്ടി എന്താ ഇത്ര വൈകിയത്? മുത്തശ്ശി, അത് ഞാൻ കുളിക്കാൻ പോയ വഴിക്ക് അങ്ങോട്ട് പോവും. കാവില് വിളക്ക് കത്തിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ചെല്ല്. ഒന്ന് രണ്ട് തെറ്റി. അങ്ങനെയല്ല, താളം തെറ്റി. ഞാൻ വായിക്കും, നോക്കിയിരിക്കേ. താ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതാ. മോൻ വിഷമിക്കണ്ട, അച്ഛനെല്ലാം പഠിപ്പിച്ചു തരാം കേട്ടാ. അവിടെ നില്ല്. ഇതിനപ്പുറം കുടവള്ളൂർ ഗ്രാമമാണ്. അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ഈ പോലീസ് വേഷത്തിൽ ചെന്നാ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് വേഷം മാറുന്നതാണ് നല്ലത്. അത് നല്ല ഐഡിയ. രാഘവ, ഞാൻ സ്റ്റഡിയാടാ. പിടിക്കണ്ടാ. പിടിക്കില്ല. ആരാ വേലിയിട്ടേക്കണ ഇവിടെ? അത് വേല മതിലാണ്. ടോർച്ചെടുക്കണ ആരാ മോളിന്ന്? അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കുഷ്ണേ വിളിച്ചാടാ. രാഘവ, വീട് മാറിപ്പോടാ. വാ, ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് പൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവല് കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഗം പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലതാ. മഹാഭാരതത്തിലെ കർണനാടാ. കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കോടാ. വല്ലഭേട്ടന്റെ വിശാല മനസ്സ് നീ മനസ്സിലാക്കണം. സോറി വല്ലഭേട്ട. നോക്കണേ, വല്ലഭേട്ടന്റെ വിശാല മനസ്കത മനസ്സിലായി. ഈ വല്ലഭേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ദൈവശാലിയായിട്ട് ഞാനിവിടെ ഉണ്ടാ ഇവിടെ.
നിക്ക്. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരാടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. കൂത്താടി വന്നിരിക്കുന്നു. നേരത്തെ വരരുത്. ഞാൻ വരില്ലേ? അപ്പൊ ശരി, കാലത്ത് കാണാം. വായ കാണിച്ച്. പാടാത്ത ഭാര്യയും പാടും എന്റെ ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാമ്പ് വന്നേ. പാമ്പ് പ്രേതമായിട്ട് വന്നെ. ആരാത്? ആരാത്? പാമ്പാണോ? ആരാ? പേടിപ്പിക്കുന്ന മനുഷ്യനാ. മൂത്രമൊഴിച്ചാലോ? ഇതാ ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവൾ ഈ പണി തുടങ്ങിയ